നമസ്കാരം. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തോണ്ടിയിരിക്കുമ്പോൾ നമ്മളുടെ മുന്നിലേക്കൊരു വീഡിയോ വരുന്നു. ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു അമ്മ എടുത്തിട്ട് നിൽക്കുന്നു. ആ അമ്മ ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, ചുരിദാറാണ് വേഷം. കുഞ്ഞിൻ്റെ 2 കൈയും ഇങ്ങനെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ എന്തിലോ രൂക്ഷമായി നോക്കി നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് പകർത്തി തന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ പകർത്തി തന്നു. ചില ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഒരു ഗിഫ്റ്റ് അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നു. ആ ഒടിഞ്ഞു തൂങ്ങിയ കുഞ്ഞ് കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിലുള്ള ഈ കുട്ടികളോട് താല്പര്യമുള്ള, അതായത് എല്ലാവരും എന്ന് പറയേണ്ടി വരും, കുട്ടികളോട് താല്പര്യമുള്ള എല്ലാവരും ആ വീഡിയോ നിരവധി തവണ കാണുകയും അതിൽ കമൻറ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. വലിയ സന്തോഷം തോന്നി. പക്ഷേ എന്നിരുന്നാലും ചിലർക്കൊരു വേദന തോന്നി. ഈ 2 കൈയും ഈ കുഞ്ഞിൻ്റെ ഒടിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം ഈ ഇൻഫ്ലുവൻസറും അവരുടെ അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റി ഈ കുഞ്ഞിൻ്റെ കൈക്ക്? അന്നേരം ഒന്നും പറയണ്ട, ഇവനൊന്ന് സൈക്കിളിൽ നിന്ന് വീണതാണ്. സൈക്കിളിൽ നിന്ന് വീണിട്ട് 2 കൈ ഒടിഞ്ഞു. അപ്പോൾ തന്നെ അയാൾ ചോദിച്ചു, സൈക്കിളിൽ നിന്ന് വീണ് 2 കൈ ഒടിഞ്ഞോ? 2 കൈ ഒടിഞ്ഞു പോയി. ചേടാ, ഇവൻ ആൾ കൊള്ളാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് കുറുമ്പായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. 1.5 വയസ്സുകാരന് ഇങ്ങനെ, അതിൻ്റെ തന്നെയല്ല ആ അർഷിദിൻ്റെ നോട്ടം അങ്ങനെയാണ്. അത്രയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള നോട്ടം. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഭയങ്കര കുസൃതിയായിരിക്കും. അപ്പോൾ ഒരുപാട് കുസൃതി കാട്ടിയിട്ടാണ്, അങ്ങനെ കുസൃതിയുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഈ 2 കൈ ഒടിയുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും കണ്ടുപോയി. അപ്പോൾ അതെല്ലാം കണ്ടുപോയി. ഏകദേശം എനിക്ക് തോന്നുന്നു മെയ് മാസം തുടക്കത്തിലാണ് ആ സംഭവം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടാണ് ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അതിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, 2026 മെയ് മാസം 29-ാം തീയതി ഒരു വാർത്ത പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. വാർത്ത വന്നപ്പോൾ നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചു വിട്ടു. നെടുമങ്ങാട് പനവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1.5 വയസ്സുകാരനായ അർഷിദ് എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. 1.5 വയസ്സാണ് പ്രായം. അപ്പോൾ ഈ വാർത്ത കേരളം മുഴുവൻ അലയടിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കേട്ടു ഈ വാർത്ത. പെട്ടെന്ന് എല്ലാവരുടെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും ഉള്ളിൽ ഒന്ന് ചെറുതായെങ്കിലും ഒന്ന് പിടയും. അപ്പോഴാണ് വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറങ്ങി എന്നായിരുന്നു അടുത്ത വരികൾ. ആ വാർത്ത കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത്, അന്ന് കൈയൊടിഞ്ഞ് 2 കൈകളും ഒടിഞ്ഞ ആ കുറുമ്പനാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഉള്ള മരണം. അത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആലോചിക്കൂ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ആ കുഞ്ഞ്, അർഷിദ് എന്ന് പറയുന്ന ആ കുഞ്ഞ് മരിക്കുന്നത്. ആ കുഞ്ഞിനെ നേരെ അപ്പോൾ എല്ലാവരും വലിയ വേദനയോടെ, കാരണം നമ്മൾ കണ്ടതല്ലേ, ആ കുഞ്ഞിൻ്റെ കുറുമ്പ് നമ്മൾ കണ്ടതാണ്. അപ്പം കേരളത്തിലുള്ള ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അവൻ്റെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നു. അയ്യോ, അത് മരിച്ചു പോയോ എന്നുള്ളത് തന്നെ. എന്തായിരുന്നാലും ആ കുഞ്ഞ് മരണപ്പെട്ടു. എല്ലാവരുടെയും വേദനയിൽ, എല്ലാവരുടെയും പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. എല്ലാം കഴിഞ്ഞു. എന്താണ് സംഭവം? ഈ കുഞ്ഞിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ആഹാരം തടയുന്നു. സ്വാഭാവികമായി 1.5 വയസ്സുകാരായ ഒരു കുഞ്ഞിന് ഈ തൊണ്ടയിൽ ഒരു ഭക്ഷണം തടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ശ്വാസതടസ്സം ഉണ്ടാകും. അതൊരു പക്ഷേ കൃത്യമായി സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം. പെട്ടെന്ന് തന്നെ അമ്മയായ അഖില ചന്ദ്രനും അതോടൊപ്പം അമ്മയോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അതായത് അവൻ്റെ പേര് അഷ്കർ എന്നാണ്. 31 വയസ്സുണ്ട് അഷ്കറിന്. അഷ്കറും പെട്ടെന്ന് അഖിലയും കൂടെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ തൊട്ടടുത്ത് പെട്ടെന്ന് എല്ലാവരും, അഖിലയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. അഖില കരഞ്ഞു തുടങ്ങി. അഷ്കർ ഈ പറയുന്ന പോലെ ഇവന് അവരുടെ രണ്ടാനച്ഛൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ അഖിലയുടെ ഒപ്പം ജീവിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഇവർ 2 പേരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്ത ആശുപത്രിയിലേക്ക്, വീട് നെടുമങ്ങാടിനടുത്തുള്ള പനവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പനവൂർ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം ഈ കുഞ്ഞുമായി എത്തുന്നത്. അവിടെ എത്തി ഡോക്ടറെല്ലാം പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മറ്റൊരു ആശുപത്രിയിലേക്ക്, എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഷ്കർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അവിടെ നിന്ന് തന്നെ SAT ആശുപത്രിയിലേക്ക് ഇങ്ങ് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിലുള്ള SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ SAT ആശുപത്രിയിലെത്തി. അവിടെ കൊണ്ടുവന്ന് കൊണ്ടു ചെല്ലുന്ന സമയത്ത് തന്നെ 1.5 വയസ്സുകാരനായ അർഷദിൻ്റെ ശരീരം നിശ്ചലമായിരുന്നു. ശ്വാസം മുട്ടൽ മൂലം ഒരുപക്ഷെ നിശ്ചലമായതായിരിക്കാം. ഡോക്ടർമാരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി കുഞ്ഞ് ശരീരം തണുത്ത് വിറഞ്ഞിരിക്കുകയാണ്.
ആകപ്പാടെ മരവിച്ച ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. ആ വീട്ടുകാരോട് എങ്ങനെ പറയും എന്നുള്ള ഒരു സംശയം ഈ ഡോക്ടർമാർക്ക് തോന്നി. അപ്പോൾ സീനിയർ ഡോക്ടർമാരെല്ലാം കുഞ്ഞിനെ പരിശോധിച്ച് മരണം അവർ ഉറപ്പാക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, പറയുന്നതിൽ വിഷമമുണ്ട്, കുഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട അഖില വല്ലാതെ വിഷമിക്കുന്നു, അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. അപ്പം അഷ്കറിന് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. തൻ്റെ എല്ലാമായ, അല്ലെങ്കിൽ അഖിലയുടെ എല്ലാമായ കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അഖിലയ്ക്ക് താങ്ങാൻ കഴിയില്ല. തന്നെയുമല്ല, ഒരുപാട് കുഞ്ഞിനെ സ്നേഹിച്ചിരിക്കുകയും ചെയ്യുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ അങ്ങനെ അഷ്കർ പതിയെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന പാടെ തന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി മരണപ്പെടാൻ തക്ക കാരണങ്ങളോ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അങ്ങനെ കുരുങ്ങിയിരിക്കുന്ന സ്ഥിതിവിശേഷമോ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ വീണ്ടും പരിശോധന നടത്തി. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ളത് ഡോക്ടർ വീണ്ടും പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഡോക്ടർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നല്ല മർദ്ദനമേറ്റിൻ്റെ, അതായത് അടിയൊക്കെ കൊണ്ടതിൻ്റെ പാടി കുഞ്ഞിൻ്റെ ശരീരത്ത് കാണാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് ഏകദേശം 51 പാടുകൾ, 1.5 വയസ്സുകാരനായ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും 51 പാടുകളാണ് ഈ ഡോക്ടർ കണ്ടെത്തുന്നത്. അതായത് ഈ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും അല്ലെങ്കിൽ യാതൊരു ലക്ഷണങ്ങളും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതേയില്ല. പകരം 51 പാടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി. എങ്ങനെയാണ് ഇത്രയും മർദ്ദനമേറ്റ പാടുകൾ അതും ഈ ചെറിയൊരു ശരീരത്തിൽ ഉണ്ടാവുക? ഡോക്ടർ പിന്നീട് കുറച്ചുകൂടെ പരിശോധന നടത്തിയപ്പോൾ അവൻ്റെ കാലിൻ്റെ വെള്ള പൊള്ളിയിരിക്കുന്നതായി കണ്ടു. അപ്പോഴും ഡോക്ടർക്ക് എന്തോ ചെറിയ പ്രശ്നങ്ങൾ തോന്നി. ഇതിനകത്ത് എന്തോ ഒരു മറിമായം നടന്നിട്ടുണ്ട്. ഈ കുട്ടി മരിച്ചിരിക്കുന്നത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഡോക്ടർ ഉറപ്പിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവിടെ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ വിവരമറിയിച്ചു. ഇവിടെ ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ടാണ് ആ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചിരുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇന്ന് 2 പേരാണ് ഇവിടെ, അതായത് അഷ്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അഖില ചന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തേക്കെത്തി ആ മൃതദേഹമെല്ലാം, കുഞ്ഞു ശരീരമെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോൾ പതിയെ ഈ ഡോക്ടറുടെ നിരീക്ഷണം കൂടി ആവുമ്പോൾ ഡോക്ടർക്ക് സ്വാഭാവികമായി അറിയാമല്ലോ ആ കുഞ്ഞിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി ഈ കുഞ്ഞ് ക്രൂരമായ മർദ്ദനമേറ്റ് മരണപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു. പതിയെ ഈ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം നടപടികൾ, കാരണം മരിച്ചു കൊണ്ടുവന്നാൽ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണം എന്നുള്ളതാണ്, മരണകാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൃതദേഹം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തി പതുക്കെ മോർച്ചറിയിലേക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനായി ആ കുട്ടിയെ മാറ്റുന്നു. അങ്ങനെ ബാക്കിയുള്ള പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയപ്പോഴാണ് വീണ്ടും ഒരു 40 പാടുകൾ കൂടി ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് കണ്ടെത്തുന്നു. അതായത് 1.5 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ശരീരത്തിൽ 91 പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൊക്കെ കാര്യങ്ങൾ പോയി. പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് കേരളത്തെ ഞെട്ടിക്കാൻ തക്ക ശേഷിയുള്ള ഒരു വലിയ വിവരം പുറത്തേക്ക് വരുന്നു. ആ കുഞ്ഞ് കൊല്ലപ്പെട്ടതാണ്. ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റ്, ശ്വാസകോശത്തിനും ഹൃദയത്തിനും എന്ന് വേണ്ട നട്ടെല്ലിനും എല്ലാത്തിനും പരിക്കേറ്റിട്ടുള്ള മരണമായിരുന്നു, അതിക്രൂരമായ കൊലപാതകമായിരുന്നു ആ കുഞ്ഞിൻ്റെതെന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് പെട്ടെന്ന് ഒരു കുട്ടി കൊല്ലപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സുമോട്ടോ കേസ് കൊടുക്കുന്നു. ആ കേസിനെ തുടർന്നിട്ട് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ചോദ്യം ചെയ്യലുകൾ നടത്തുന്നു. ഒടുവിൽ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടേക്ക് എത്തുന്ന സമയത്താണ് ഈ അഖിലയുടെ മാതാവ് ചില കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ കുഞ്ഞിൻ്റെ കൈ രണ്ടും സൈക്കിളിൽ വീണ് ഒടിഞ്ഞതല്ല. കേരളം വലിയ ഞെട്ടലോടെയാണ് ഒരുപക്ഷെ ആ വാർത്ത കേട്ടത്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ഈ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് ഈ 2 കൈയും ഒടിഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ ഈ ലോകത്തെ മലയാളികൾ മുഴുവൻ കണ്ടതാണ്, കമൻറ്റുകൾ രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ആ കുഞ്ഞു കൈകൾ ഒടിഞ്ഞത് തല്ലി ഒടിച്ചപ്പോഴായിരുന്നു എന്നുള്ള ഒരു വിവരം സത്യത്തിൽ ആ അമ്മൂമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മൂമ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശിശു സംരക്ഷണ വിഭാഗത്തിൽ വിവരം അറിയിച്ചു. പക്ഷേ അവരാരും അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ തിരക്കി വന്നപ്പോഴാണ് ഈ അഷ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അഖിലയുമായി അടുക്കുന്ന സമീപനം ഉണ്ടായി. അഖിലയ്ക്ക് വേറൊരു കല്യാണം കഴിഞ്ഞിട്ട് അഖില അയാളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുകയാണ്. ആ സമയത്താണ് ഈ അഷ്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധത്തിലാവുന്നത്.
അതിനെ തുടർന്ന് ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. കാലങ്ങളായി അവർ ജീവിച്ചു വരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞ് ഒരു വലിയ ബർഡനാണ്, ഒരു വലിയ തടസ്സമാണ് ആ കുഞ്ഞ്. അത് ഈ കുഞ്ഞ് ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും, ഓടിച്ചാടി നടക്കും. 1.5 വയസ്സുകാരനായ ഒരു കുട്ടി സ്വാഭാവികമായി ഒരു വീട്ടിൽ എന്തൊക്കെ കുസൃതിത്തരം കാണിക്കുമോ ആ കുസൃതിത്തരം എല്ലാം അച്ചിട്ട പോലെ ഉള്ള ഒരു കുട്ടി തന്നെയാണ്. തന്നെയല്ല, നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ കുട്ടിയുടെ കുറുമ്പ് എത്രത്തോളമാണെന്ന്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ കുട്ടി. അപ്പോൾ ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലാതെ വന്നപ്പോൾ ഇയാൾ പല തവണയായി സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, സിഗരറ്റ് ലൈറ്റർ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാലിന് അടിവശം, കാര്യം എന്താ, ഓടിക്കളിക്കുമ്പോൾ ഇവരുടെ സ്വൈര ജീവിതത്തിന് ഈ കുഞ്ഞൊരു വലിയ തടസ്സമായി മാറുന്നു. ഈ കുഞ്ഞിനെ അതിക്രൂരമായെന്ന് വെച്ചാൽ അതിക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഉപദ്രവം കൂടി ഒരു ദിവസം ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഓടി നടക്കുന്നു, സിഗരറ്റ് ലൈറ്റർ കൊണ്ട് ആ കുഞ്ഞിക്കാലുകൾ പൊള്ളിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് ഓടി നടക്കില്ലല്ലോ. ഈ കൈ തല്ലി ഓടിച്ച ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ജില്ലാ ശിശു സംരക്ഷണ സമിതിയിലേക്ക് ഇവരുടെ അമ്മൂമ്മ പരാതി കൊടുക്കുമ്പോൾ ആ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഇതിനെ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന കുഞ്ഞ് അർഷദ് എന്ന് പറയുന്ന കുഞ്ഞ് ഒരു പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നേനെ എന്നൊരു വേദനാജനകമായ കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകട്ടെ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഈ അമ്മയുടെ മൊഴിയും പിന്നീട് തുടങ്ങിയ പരിശോധനയും നടത്തിയപ്പോഴാണ് അതിക്രൂരമായ വിധത്തിൽ ഈ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് നിരന്തരം ഉപദ്രവിക്കുന്നവരായിരുന്നു ഈ അമ്മയും ഈ അച്ഛനും. അച്ഛനല്ല, വളർത്തച്ഛനെന്നും അവനെ വിളിക്കാൻ കഴിയില്ല. കാര്യം ഒരു കുഞ്ഞിനോട് ഇത്രയും ദുരുദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇത്രയും ക്രൂരത കാട്ടിയ ഒരു മനുഷ്യനെയും അവനെ അച്ഛൻ എന്ന പേര് ചേർത്ത് വളർത്തിയതാണെങ്കിലും അല്ലെങ്കിലും അച്ഛൻ എന്ന പേര് ചേർത്ത് വിളിക്കാൻ പാടില്ല എന്നൊരു സത്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉപദ്രവിച്ച് അങ്ങനെയുണ്ടായ ആ ഒരു അടിയിൽ അന്ന് ക്രൂരമായി മർദ്ദിച്ചു. കുഞ്ഞിൻ്റെ തല പിടിച്ച് ഭിത്തിയിലിടിക്കുക, കുഞ്ഞിനെടുത്ത് താഴെ അടിക്കുക തുടങ്ങിയ ഒരുപാട് പരിപാടികളാണ് ചെയ്തത്. അങ്ങനെ ഈ ശരീരത്തിലെ കുഞ്ഞു ശരീരമല്ലേ, എൻ്റെ ശരീരത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിലെല്ലാം മാന്ത്രിക അവയവങ്ങൾക്കെല്ലാം തകരാറ് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവർ ഈ മെയ് മാസം 28-ാം തീയതി രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ ഇയാൾ വീണ്ടും ഉപദ്രവിക്കുന്നത്. ആ സമയത്ത് ഈ കുഞ്ഞിന് ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് പിന്നെ ഇവർക്ക് പെട്ടെന്നൊരു കള്ളം കണ്ടുപിടിക്കണം. ആ കള്ളമായിരുന്നു കുഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിലേക്ക് കുടുങ്ങി എന്നുള്ള, ശ്വാസം മുട്ടി കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറയുന്ന ആരും വിശ്വസിക്കുന്ന ഒരു കള്ളം. സ്വാഭാവികമാണ്, 1.5 വയസ്സുകാരനായ കുഞ്ഞിന് അതൊക്കെ സംഭവിക്കാം. അങ്ങനെ തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന, സമൂഹ മനസാക്ഷിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഭവം നമ്മുടെ കൺമുന്നിലേക്ക് തെളിയുന്നത്. ഈ പറയുന്ന ഈ കുട്ടിയെ അവരുടെ അമ്മയും അഖില ഒരു അമ്മയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഇവർക്ക് ചേർന്ന് കൊലപ്പെടുത്തി. പോലീസ് ഒടുവിൽ കേസെടുത്തു. ഇവരെ പ്രതികളെ 2 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള കോടതി നടപടിക്രമങ്ങൾ നടന്നു വരികയുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കുന്ന, അത് ചെറിയ കുട്ടിയെന്നോ വലിയ കുട്ടിയെന്നോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു കഥ പറഞ്ഞിരുന്നു, ഒരു സൗമ്യയുടെ കഥ. ആ കഥയിലും ഇത് തന്നെയാണ് സംഭവം. സ്വന്തം ജീവിത ലാഭത്തിന് വേണ്ടിയിട്ട്, സ്വയം നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഒപ്പം നിൽക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് കണ്ണില്ലാത്ത ക്രൂരതയെന്നാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഈ ഒരു രീതി ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഇവനെയൊക്കെ ഒരു മനുഷ്യനായി കൂട്ടാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം.